ദയവായി നമ്മുടെ സെക്ഷനിലെ ശുശ്രൂഷകന്മാരും മറ്റ് ശുശ്രൂഷകന്മാരും ഇവിടെ ഫ്രണ്ടിൽ അവർക്ക് വേണ്ടിയിട്ട് ഇരിപ്പിടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ വന്ന് ഇരിക്കാവുന്നതാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വീണ്ടും നമ്മൾ പ്രാർത്ഥനയോടെ ഇവിടുത്തെ ശുശ്രൂഷ നാം ആരംഭിക്കുകയും കൂടെ ചെയ്യുകയാണ്. കർത്താവിന് മഹത്വം. ഇവിടെ നമ്മുടെ തുടർന്നുള്ള ശുശ്രൂഷകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ച് ഇതിലേക്ക് വന്ന് ചേരുവാനുള്ള എല്ലാ പ്രിയപ്പെട്ടവരും വിശേഷിച്ച് ഈ ശുശ്രൂഷ നിർവഹിക്കുവാനായി അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ സൂപ്രണ്ടായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൽ ബഹുമാന്യ TJ ശമുവേൽ സാർ അവറുകളാണ് നിർവഹിക്കുന്നത്. യഥാസമയം ദൈവത്തിൻ്റെ വിലപ്പെട്ട ദാസനും വന്ന് ഈ ശുശ്രൂഷ ഈ വാത്സല്യ കുടുംബ അംഗങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആശ്വാസമായും പ്രത്യാശയായും ഭവിപ്പാൻ ഇടവരേണ്ടതിനായും ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവിന് സ്തോത്രം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, വീണ്ടും തിരുസന്നിധിയിൽ ഞങ്ങൾ അടുത്തു വരികയാണ്. ഈ അപ്പച്ചൻ്റെ ഭൗതിക ശരീരം ഭവനത്തിൽ പ്രവേശിപ്പിച്ച് അനന്തരം ആമേൻ ഈ ആലയത്തിൽ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് ഇവിടെ നിന്നുള്ള തുടർന്നുള്ള നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് നിയന്ത്രിക്കണമേ. ഞങ്ങൾക്കെല്ലാവർക്കും അത് അനുഗ്രഹത്തിന് കാരണമായി തീരുകയും ചെയ്യണം. ദൈവപരിശുദ്ധാത്മാവ് സകല കാര്യങ്ങളെയും നിയന്ത്രിക്കും. പുത്രനെ മഹത്വപ്പെടുത്തണം. സർവ മഹത്വവും ഞങ്ങൾ കർത്താവിന് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ദയവുണ്ടായി കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. തുടർന്ന് കോൺക്രീഷണൽ സോങ് ആലപിക്കുന്നത് അരോമ ബീറ്റ്സ് കൊട്ടാരക്കര. സംഗീതം ആകയ ഉള്ളിൽ മനക്ലേശം ലേശം ഇല്ല. വിശ്വാസ കപ്പലിൽ സ്വർഗ്ഗോരം ചേരുവാൻ ചുക്ക പീഡിക്കണേ പൊന്നു നാഥ. വിശ്വാസ പോരിൽ തോൽക്കാതന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. ആകാശ മേഘത്തിൽ കാഹള നാദത്തിൽ അടിയാനം നിൻ മുൻപിൽ കാണേണമേ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു. വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കി
90-ാം സങ്കീർത്തനം വായിക്കുന്നു. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവം ആകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ച് വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരേണം. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് കണ്ടോളൻസ് അറിയിക്കുന്നതിനുള്ളതായ അവസരങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ നടുവിൽ 2 കർത്തൃദാസന്മാരുണ്ട്. പാസ്റ്റർ അജി, പാസ്റ്റർ KM ജോസഫ്. ഈ ദൈവത്തിൻ്റെ ദാസന്മാർക്കും ഉടനെ പോകേണ്ടതായിട്ടുമുണ്ട്. അതുകൊണ്ട് ആദ്യം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അജി മുൻപോട്ട് കടന്നു വരും. അതിനുശേഷം പാസ്റ്റർ KM ജോസഫ്. ദൈവത്തിന് മഹത്വം. നമ്മളെ വിട്ടുപിരിഞ്ഞ് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ട ബഹുമാന്യനായ വാത്സല്യമുള്ള പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കട്ടെ. ചിരകാല പരിചയം ഈ വാത്സല്യ പിതാവുമായിട്ട് എനിക്കുണ്ട്. 1998 തൊട്ട് ഞാൻ കൊട്ടിയം സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അന്ന് തൊട്ട് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്ത ഒരു ബഹുമാന്യനായ ദൈവത്തിൻ്റെ ദാസനാണ് വാത്സല്യമുള്ള പിതാവ്. വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുകയും അതിനേക്കാളുപരി ഞാൻ പലരിൽ നിന്നും കേൾക്കുകയും തന്നോടുള്ള സംസർഗത്തിൽ മനസ്സിലാക്കുകയും ചെയ്തത് നീതിബോധത്തോടെ ജീവിക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്ന ഒരു ബഹുമാന്യ പിതാവായിരുന്നു. താൻ അറിഞ്ഞ വിശ്വാസത്തിൻ്റെ സത്യങ്ങളെ അണുവിട വ്യതിചലിച്ചു പോകാതെ ആ വഴി അതിനെ അനുധാവനം ചെയ്യാൻ പോയ കാലം തനിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ ഒന്നാണ്. അതിൻ്റെ പ്രതിഫലനമാണല്ലോ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ നേതൃനിരയിൽ ശോഭിതരായിരിക്കുന്ന കർത്തൃദാസന്മാരെ ഈ സമൂഹത്തിന് സംഭാവന ചെയ്യുവാൻ വാത്സല്യമുള്ള പിതാവിന് കഴിഞ്ഞു. കർത്താവിൽ ബഹുമാന്യനായ പാസ്റ്റർ യോഹന്നാൻ അവറുകളും ആ കുടുംബവും പാസ്റ്റർ ജോർജ് വർഗീസിൻ്റെ കുടുംബവുമൊക്കെ കർത്തൃവേലയുടെ മഹത്വമായി പരിലസിക്കുമ്പോൾ വാത്സല്യമുള്ള പിതാവും താൻ അനുധാവനം ചെയ്ത വിശ്വാസത്തിൻ്റെയും ശ്രേഷ്ഠത നമ്മളോട് വിളിച്ചറിയിക്കുന്നു. വേദപുസ്തകം 2 തരത്തിലുള്ള മനുഷ്യരെ പരിചയപ്പെടുത്തുന്നു. 1 ജീവിച്ച് മരിച്ചവർ, 2 മരിച്ച് ജീവിച്ചവർ. ആ രണ്ടാമത് പറഞ്ഞ ഭാഗത്ത് കർത്താവിന് വേണ്ടി നിൽപ്പാൻ പ്രിയ പിതാവിനിടയായി ഒരു നല്ല നാള പ്രത്യാശയോടെ നമ്മൾ കാണുന്നു. ഇത് എന്നേക്കുമുള്ള വിടപറച്ചിലല്ല,
ഒരു താൽക്കാലിക വിരാമം മാത്രമാണ്. നിത്യമായൊരു കൂടിച്ചേരലുണ്ട്. ആ ഉയർപ്പിൻ്റെ പൊൻപ്രഭാതം ഒരു നല്ല സംഗമവേദിയായി തീരുവാൻ പ്രത്യാശയോടെ നമുക്ക് നമ്മുടെ പിതാവിനെ യാത്രയയക്കാം. വിശേഷിച്ച് ദുഃഖത്തിലായിരിക്കുന്ന ഈ കർത്താവിൻ്റെ ദാസിമാർ, വാത്സല്യ പിതാവിൻ്റെ മക്കൾ, കൊച്ചുമക്കൾ, കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് മഹത്തല അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയ്ക്ക് കർത്താവിൻ്റെ ദാസൻ പ്രിയ പിതാവ് ചെയ്ത സ്തുത്യർഹമായ സേവനങ്ങൾ ആണല്ലോ ഇങ്ങനെ ഒരു നല്ല യാത്രയയപ്പിന് രംഗവേദിയാകുന്നത്. അതുകൊണ്ട് ദുഃഖത്തിലായിരിക്കുന്ന സഭയെയും സർവകൃപാലുവായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൽ എൻ്റെ പ്രത്യാശ ഈ കുടുംബത്തിൽ പങ്കുവെച്ചവരുടെ ദുഃഖത്തിലും പങ്കുചേർന്ന് അവസരമൊരുക്കിയ ദൈവദാസനോട് നന്ദി പറഞ്ഞു നിർത്തുന്നു. ദൈവം നമ്മെ ധന്യമായി അനുഗ്രഹിക്കട്ടെ. കെ.എം. ജോസഫ് മാസ്റ്റർ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്ന, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ദുഃഖം നിറഞ്ഞ ഈ സന്ദർഭത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും അവൻ്റെ നാമത്തെ സ്തുതിക്കുവാനും ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വാത്സല്യ പ്രിയ പിതാവ് തൻ്റെ 88-ാമത്തെ വയസ്സിൽ കർത്താവിൽ താൻ പ്രിയം വെച്ചു ജീവിച്ചു. കർത്താവ് തന്നെക്കുറിച്ച് പ്രിയം വെച്ച് തൻ്റെ ദേശത്തേക്ക് തൻ്റെ മകനെ വിളിക്കുവാനായിട്ടിടയായി തീർന്നു. പ്രിയ പിതാവിൻ്റെ വേർപാട് നമുക്ക് ദുഃഖം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. എങ്കിലും തൻ്റെ ജീവിതത്തിൽ കർത്താവിനെ അറിഞ്ഞ ആ വിശ്വാസത്തിന് വേണ്ടി അന്ത്യം വരെയും വിശ്വസ്തയോടെ നിലനിന്നതിനാൽ നമുക്ക് ദുഃഖമുണ്ടെങ്കിൽ പോലും കർത്താവിൽ സന്തോഷിക്കുവാൻ നമുക്ക് അത് കഴിയും. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്ന പോലെ തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ആമേൻ. തൻ്റെ ആയുസിൻ്റെ ഈ 88 വയസ്സ് വരെയും അവസാന നാളുകളിൽ താൻ അല്പമായ വാർദ്ധക്യത്തിൻ്റെ അതേ അവസ്ഥയിലായിരുന്നെങ്കിലും കർത്താവിൽ വിശ്വസിച്ച ദിവസം മുതൽ വിശ്വാസത്തിന് വേണ്ടി ഈ ദേശത്ത് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ തൻ്റെ മകനെ ദൈവം ഇടയാക്കിയെന്നുള്ള ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കൾ, പ്രിയ മാതാവ് ഹാമേൻ കർത്താവരെ ആശ്വസിക്കുകയും അവരെ ബലപ്പെടുത്തുകയും ചെയ്യേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനായ പാസ്റ്റർ ഈ യോഹന്നാൻ പ്രിയ അവർ തൻ്റെ ദാസനുമായിട്ട് നാളുകളായിട്ട് ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിൽ ഞങ്ങൾ ഒരു അനുഭവത്തിൽ ആ സന്തോഷത്തോടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ കുണ്ട്ര സെക്ഷനിലേക്ക് കടന്നു വരുവാനും കൂടുതലായി തൻ്റെ ദാസനുമായിട്ടുള്ള ആത്മീയ സന്തോഷം പങ്കിടുവാനൊക്കെയും ദൈവം ഒരുക്കിയതോർ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേ. അങ്ങനെ പ്രിയ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കളൊക്കെ ആമേ കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്നവരും കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നവരുമായ പ്രിയപ്പെട്ടവരാണ്. ആകയാൽ ഒരിക്കലും ആമേ നമുക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല. ആമേ തൻ്റെ പ്രിയ പിതാവ് താൻ പ്രിയം വെച്ച ദേശത്തേക്ക് പോയിരിക്കുന്നു. എന്നാൽ തൻ്റെ ദാസിയും മക്കളും ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ തൻ്റെ മക്കളെ വഹിക്കേണ്ടതിനായി
അവർക്ക് കൊടുത്തിരിക്കുന്ന വലിയ പ്രത്യാശയിലും ദൈവകൃപയിലും മുന്നേറുവാൻ ദൈവം തൻ്റെ മക്കളെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ട പിതാവിൻ്റെ നല്ല മാതൃകകൾ നാം പിൻപറ്റി ആ മാതൃകപ്രകാരം കർത്താവിനെ സേവിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ വിശുദ്ധ പൗലോസ് പറയുന്ന പോലെ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം അത് പ്രാപിക്കുവാനായിട്ട് ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അത് പൗലോസ് മാത്രമല്ല, യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ആ കിരീടം പ്രാപിപ്പാനുള്ള അവസരമുണ്ട്. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ലോക ജീവിതത്തിൽ കർത്താവിനെ നമ്മുടെ രക്ഷിതാവായി, നമ്മുടെ വീണ്ടെടുപ്പുകാരനായി, നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവായി അംഗീകരിച്ച് അവൻ്റെ വരുവാന് വേണ്ടി ഒരുങ്ങി നിൽക്കുവാനാണ് ദൈവവചനം നമ്മെക്കുറിച്ച് ഓർപ്പിക്കുന്നത്. ഇന്ന് ഈ ഭൗതിക ശരീരത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഓട്ടം തികച്ച് ആ കിരീടത്തിന് വേണ്ടി കടന്നു പോയിരിക്കുന്ന പ്രിയ പിതാവിൻ്റെ ഭൗതിക ശരീരത്തിന് മുമ്പിലായിരിക്കുകയാണ്. ഇത് നമ്മെ കാണിക്കുന്നത് നമ്മുടെയും ജീവിതം ഈ ലോകത്തിൽ നാം ജനിച്ചെങ്കിൽ നാം മരിച്ച് ഈ ലോകത്തുനിന്ന് കടന്നു പോകേണ്ടിയിരിക്കുന്നു. എന്നാൽ നമ്മൾ കടന്നു പോകുന്നത് എവിടേക്കാണ് എന്ന് നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ഉറപ്പുവരുത്തേണ്ടതിനാണ്. അതിന് നമുക്ക് കഴിയുന്നത് നാം കർത്താവിൽ വിശ്വസിച്ച് നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിനായി സമർപ്പിച്ച് ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചാൽ തീർച്ചയായിട്ടും നിത്യതയിൽ കർത്താവുമായി നമുക്ക് സന്തോഷിക്കാൻ കഴിയും. പ്രത്യേകിച്ച് പ്രിയ പിതാവിനെ നിത്യതയിൽ കാണാമെന്നുള്ള വലിയ പ്രത്യാശയാണ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട മാതാവിനെയും പ്രിയ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. കരീപ്ര അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സഭയുടെ ശുശ്രൂഷ എന്ന നിലയിൽ എൻ്റെ കുടുംബത്തിന് അതുപോലെ സഭയുടേതായ ദുഃഖം ഈ അവസരം പ്രിയ കുടുംബത്തെ അറിയിക്കുന്നു. ദൈവം തൻ്റെ മക്കളെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമ്മൾ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗപിതാവേ, ഞങ്ങളുടെ പ്രിയ പിതാവ് കഴിഞ്ഞ ദിവസം അവിടത്തേക്ക് സനിലേക്ക് കടന്നു ചെല്ലുവാൻ അവിടുന്ന് അനുവദിച്ചല്ലോ കർത്താവേ. പ്രിയ കർത്താവേ, പിതാവിൻ്റെ എൻ്റെ ദാസിയും പ്രിയ മക്കളും ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നിൻ്റെ മക്കളോടും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൽ വിശ്വസിപ്പില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്ന് ആരും കർത്താവ് അവിടുന്ന് അരുളി ചെയ്ത വചനപ്രകാരം കർത്താവെ തൻ്റെ മക്കളെ അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കും. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട നിൻ്റെ മക്കളെ എല്ലാവരെയും നീ ആശ്വസിപ്പിക്കണം. ഇന്ന് പൽക്കാലം ദുഃഖാർത്ഥരായി ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. എല്ലാവരെയും നീ ബലപ്പെടുത്തണമേ. മാർത്തിയുടെയും മറിയുടെയും സഹോദരൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരുന്ന ആ കുടുംബത്തെ കടന്നു ചെന്ന് ആശ്വസിപ്പിക്കുകയും അവരോട് കണ്ണുനീർ ഒഴുക്കി അവരോട് പങ്കുചേരുകയും ചെയ്ത് കർത്താവെ നിന്റെ കരങ്ങളിൽ പ്രിയപ്പെട്ട ഈ കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം പകരണമേ. ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവെ നിവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസനെയും നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ ഭ്രൂണ സർവീസിലും ദൈവ സാന്നിധ്യം കൂടെ എല്ലാവരും വന്ന് കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണം. അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷ കേൾക്കുമാറാകണമേ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് കൊയർ ഒരു പാട്ടിൻ്റെ ചില വരികൾ പാടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും
നേരമെല്ലാം താങ്ങിടും ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും സാരമില്ലെന്നോതിടും തന്മാറിലെന്നെ ചേർത്തിടും സാരമില്ലെന്നോതിടും തൻ മാർവിലെന്നെ ചേർത്തിടും എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ തണലെനിക്കു തന്നിടുവാൻ വലഭാഗത്തായുണ്ടു താൻ തണലെനിക്കു തന്നിടുവാൻ വലഭാഗത്തായുണ്ടു താൻ എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. തുടർന്ന് നമ്മുടെ ബഹുമാന്യ യോഹന്നാൻ പാസ്റ്ററുടെ രണ്ടാമത്തെ മകൻ വിവാഹം കഴിച്ചിരിക്കുന്ന സ്റ്റെഫിയുടെ പപ്പ പ്രിയ ബ്രദർ എം.എ. സാബു അവറുകൾ മുൻപോട്ട് കടന്നു വന്ന് ആമേൻ ചില വാക്കുകൾ കണ്ടോളൻസ് ആയിട്ട് അറിയിക്കുന്നതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ ചർച്ചിൻ്റെ പാസ്റ്റർ, ബഹുമാന്യനായ മേഖലാ ഡയറക്ടർ ബനാൻസോസ് അവറുകൾ, മറ്റ് സ്റ്റേജിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, കടന്നു വന്ന സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, ഒരുമിച്ച് ദുഃഖത്തിൻ്റെ ഭാരത്തിൻ്റെ പ്രയാസത്തിലായിരിക്കുന്ന ഒരുമിച്ചായിരിക്കാൻ വലിയവനായ ദൈവം ഒരുക്കിയ വലിയ കൃപയ്ക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പിതാവിൻ്റെ മകൻ പാസ്റ്റർ ഇ. യോഹന്നാൻ അവറുകളുടെ രണ്ടാമത്തെ മകൻ നെൽസൺ വിവാഹം കഴിച്ചിരിക്കുന്നത് എൻ്റെ മകൾ സ്റ്റെഫിയെയാണ്. ആ ബന്ധത്തിലാണ് ഇന്ന് പകൽക്കാലം ഞാനും ഇവിടെ ആയിരിക്കുന്നത്. ഞങ്ങൾ കുടുംബമായിരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വൈഫിൻ്റെ ബ്രദർ കഴിഞ്ഞ ദിവസം ദുബൈയിൽ നിന്ന് കടന്നു വന്നു. ചാച്ചിപ്പന്ന AGയുടെ അംഗമാണ്. പ്രിയ ബാബുവും ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ആയിരിക്കാൻ ദൈവം ഇടയാക്കി. സ്റ്റെഫിക്കും നെൽസനും അബുദാബിയുടെ പ്രദേശത്തായതുകൊണ്ട് കടന്നു വരുവാൻ സാധിക്കില്ല. അവരുടെ ദുഃഖവും ഈ സമയം ഞാൻ രേഖപ്പെടുത്തുന്നു. നമ്മൾ ദുഃഖം കുഞ്ഞുങ്ങളോട്, അതായത് പ്രിയ പിതാവിൻ്റെ മക്കളോട് എത്ര പറഞ്ഞാലും ആ ദുഃഖം നമുക്ക് മാറ്റുവാൻ സാധിക്കുകയില്ല. എങ്കിലും ദൈവം മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും കൊച്ചുമക്കളുടെ മക്കളെയും ആശ്വസിപ്പിക്കട്ടെ. ഞാൻ ഓർപ്പിക്കുന്നു, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ ആരാധിച്ചു പോരുന്ന പുനലൂർ ഫസ്റ്റ് AGയുടെയും പുനലൂർ ഐക്യ പെന്തക്കോസിൻ്റെയും അതുപോലെ തന്നെ നാഷണൽ പ്രയർ മൂവ്മെൻ്റ് കൊല്ലം ജില്ലയുടെയും ദുഃഖവും ഈ സമയം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. സ്തോത്രം. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ N.D. വർഗീസ് അവറുകൾ
കർത്താവിൻ്റെ ദാസൻ ഒരു മേജർ സർജറി, ബൈപ്പാസ് സർജറിക്ക് വിധേയനായി സുഖം പ്രാപിച്ചു വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ശാരീരികമായ പ്രയാസങ്ങൾ ഇപ്പോഴുമുണ്ട്. എങ്കിലും ഈ ഭവനത്തെയും പിതാവിനെയും പ്രിയപ്പെട്ടവരെയും സ്നേഹിച്ച് കടന്നു വന്നു. കർത്താവിൻ്റെ ദാസൻ മുൻപോട്ട് വന്ന് 2 വാക്കുകൾ പറയുന്നതായിരിക്കും. ദൈവത്തിൻ്റെ പുനഃത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അച്ഛനോടുള്ള സ്നേഹത്തിൽ എനിക്ക് കടന്നു വരുവാൻ കഴിയില്ലായിരുന്നെങ്കിലും തൻ്റെ അന്തിമ ശുശ്രൂഷയിൽ വന്ന് ചേരുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മരണം എന്നെ മുഖാമുഖമായി കണ്ടിട്ട് കൈവിട്ടിച്ചു പോയതാണ്. ഞാൻ ദൈവത്തോടൊന്നും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ എന്നെ വിളിക്കാഞ്ഞത് എന്താണ്? പക്ഷേ പൗലോസ് പറയുന്നത് പോലെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നത് ഏറെ ഇഷ്ടമാണെങ്കിലും ഈ ഭൂമിയിൽ എൻ്റെ വേല ഇനിയും ചെയ്തു തീർക്കുവാനുണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. ഒരു മരണമെന്ന് പറയുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വളരെ വിലയേറിയതാണ്. കാരണം കഷ്ടതയില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, പ്രയാസമില്ലാത്ത, സങ്കടമില്ലാത്ത, അന്യോന്യം പകയും പിണക്കും ഒന്നുമില്ലാത്ത ആ നിത്യതയിലെത്തുവാനുള്ള ഒരു നല്ല വഴിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തിരുവചനം ഇങ്ങനെ എഴുതുക, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നത്തിൽ നിന്ന് വിശ്രമിക്കേണ്ടതല്ല. ഈ പ്രിയ അച്ചായൻ കഴിഞ്ഞ ദീർഘവർഷം ഈ ഭൂമിയിൽ ജനിച്ചു വളർന്ന് തൻ്റെ നല്ല പ്രായത്തിൽ കർത്താവിൻ്റെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് അതിലുപരിയായി തൻ്റെ കുഞ്ഞുങ്ങളിൽ ചിലർ മക്കളും മരുമക്കളും കർത്താവിൻ്റെ വേലയിൽ തൻ്റെ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്നുള്ളത് തന്നെ തൻ്റെ ഒരു സാക്ഷ്യമാണ്. തൻ്റെ സമയമായപ്പോൾ തനിക്ക് കൊടുത്ത ആയുസ്സ് തികച്ച് ദൈവം വിളിച്ച സമയത്ത് താൻ വിശ്രമിക്കുവാനായി കടന്നുപോയിരിക്കുന്ന ഈ വേളയിൽ തനിക്ക് നമ്മളോട് പറയുവാനുള്ളത്, ഒരു സ്വർഗമുണ്ട്, നിങ്ങൾക്കും അവിടെ വരുവാൻ സാധിക്കും. ഒരൊറ്റ വഴിയേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് അവൻ്റെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് നിങ്ങൾ ഭൂമിയിലായാൽ നിങ്ങൾക്കും നിത്യത എന്ന ആ സത്യഭവനത്തിൽ എത്തുവാനായിട്ട് കഴിയും. ഈ അച്ചായൻ കാണിച്ചെന്ന മാതൃകതയാണ് അല്പസമയം കഴിയുമ്പോൾ ഇതിൻ്റെ ആത്മീയ ശുശ്രൂഷ ഏറ്റുവാങ്ങി തൻ്റെ ഡെഡ് ബോഡി ഭൂമിയിൽ അടക്കുന്നുവെങ്കിലും ഒരിക്കൽ കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർന്നെഴുന്നേൽക്കുമ്പോൾ ഈ അച്ചായൻ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് തമ്മിൽ വീണ്ടും കാണാം എന്നുള്ളത് കൊണ്ട് എൻ്റെ പ്രത്യാശ കർത്താവിൽ അർപ്പിച്ച എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഞാൻ അവസരം തന്ന ദൈവദാസനും നന്ദി പറയുന്നു. ദൈവമക്കളെ, കാലം ഇനി അധികമില്ല. അതേ ഒരുങ്ങുവാനുള്ളവർ എത്രയും വേഗം ഒരുങ്ങി ആ കർത്താവിൻ്റെ നല്ല ഭവനത്തിലെത്തുവാൻ നിങ്ങളെ ആഹ്വാനിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് മഹത്വം. ഇപ്പോൾ നമ്മുടെ പ്രിയ പിതാവിന് ഞാൻ ഭവനത്തിൽ ഓർപ്പിച്ചിരുന്നല്ലോ, ദൈവം പ്രിയാപ്പച്ചന് 6 മക്കളെ നൽകി. 4 പെൺമക്കൾ, 2 ആൺമക്കൾ. മൂത്ത മകൻ പാസ്റ്റർ യോഹന്നാൻ, കർത്തൃദാസൻ അനുജൻ പ്രിയ ബേവിച്ചായൻ, മറ്റ് സഹോദരങ്ങൾ അമ്മിണിമാമ, അത് കഴിഞ്ഞ് ഓമന സിസ്റ്റർ, കുഞ്ഞുമോൾ സിസ്റ്റർ, ഗ്രേസമ്മ സിസ്റ്റർ. കുഞ്ഞുമോൾ സിസ്റ്ററും അവർ കുടുംബമായി ഡൽഹിയിൽ കർത്താവിൻ്റെ വേലയിലാണ്. പാസ്റ്റർ രാജൻ തോമസ്. ഗ്രേസമ്മ സിസ്റ്ററും നമ്മുടെ അസംബ്ലീസ് കൂടി സമൂഹത്തിൽ കർത്താവിൻ്റെ ദാസൻ ജോർജ് വർഗീസ് അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസന് കൂട്ടാളിയാണ്.